ഈ ഒരു കേസ് എടുക്കണ്ടെന്ന് വിചാരിച്ച കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കേൾക്കാൻ ഒരു താല്പര്യവുമില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇവറ്റകളെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണക്കാ നടന്ന്. ഏതായാലും സീതാലിസം എന്ന് പറയുന്ന ഒരു ചാനൽ ഞാൻ പലപ്പോഴും കാണുന്നതാണ്. കാരണം എന്താ വെച്ചാൽ പല കാര്യങ്ങളും എനിക്ക് ഇഷ്ടമാണ്, പല കാര്യങ്ങളോട് എനിക്ക് വിയോജിപ്പുണ്ട്, ചില കാര്യങ്ങളൊക്കെ എനിക്ക് ഇവർ പറയുന്നത് നല്ല ഇഷ്ടമാണ്. ഏതായാലും ജസ്ല മാടശ്ശേരിയും അതുപോലെ തന്നെ രാഹുലും തമ്മിലുള്ള ആ ഒരു ചാറ്റും കാര്യങ്ങളൊക്കെ ഇന്നലെ പുറത്തു വന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതിൻ്റെ അകത്ത് ഇവർ കൃത്യമായിട്ടുള്ളൊരു മറുപടി കൊടുക്കുന്നുണ്ട്. അത് നമുക്കൊന്ന് കേട്ടിട്ട് വരാം. ഏതായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്തുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കിന്ന് റിയാക്ട് ചെയ്യാം. നമസ്കാരം. ഈ ഒരു വിഷയത്തെ പറ്റി ഇനി ഒരു വീഡിയോ ചെയ്യണ്ട എന്ന് വിചാരിച്ചാൽ ഈ പെണ്ണുങ്ങൾ സമ്മതിക്കത്തില്ല. വേറൊന്നുമല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തി പെണ്ണുങ്ങളോട് പോക്കൃത്തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു പെണ്ണിന്റെ ജീവിതം നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും നിയമവിരുദ്ധമായി ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളെ തൂക്കിക്കൊല്ലണം എന്ന അഭിപ്രായക്കാരിയാണ് ഞാൻ. പക്ഷെ ഈ വരുന്ന സാധനങ്ങളുണ്ടല്ലോ, ഈ പെണ്ണുങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരുമാതിരി വില കുറഞ്ഞ പരിപാടികളുണ്ടല്ലോ, അസഹനീയം തന്നെ. ഇതുവരെ വന്ന കേസുകളെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നില്ല. ഇന്നലെ വന്ന ബ്രേക്കിംഗ് വാർത്ത, ജസ്ല മാടശ്ശേരി രാഹുൽ മാങ്കൂട്ടത്തിലുമായി നടത്തിയ ഫേസ്ബുക്ക് ചാറ്റുകൾ പുറത്തുവിട്ട് ജസ്ല മാടശ്ശേരി. അപ്പൊ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടുകൂടി നമ്മളെല്ലാവരും അത് ഓപ്പൺ ചെയ്തപ്പോ കണ്ടത് എന്താ? ആ ചാറ്റ് മാത്രം ഒന്ന് കേട്ടോണേ. ഈ ചാറ്റ് 2017 ജസ്ല ചേച്ചി രാഹുൽ മാങ്കൂട്ടവുമായി നടത്തിയതാണ്. ജസ്ല ചേച്ചി എന്ന് വിളിച്ചത് എങ്ങാനും ബഹുമാനം കുറഞ്ഞു പോയാൽ നമുക്കെതിരെ വല്ല നടപടിയായിട്ട് വന്നാലോ? ഇതിനും വാലും തലയും ഇല്ല എന്ന പ്രത്യേകത എടുത്തു പറയേണ്ടിയിരിക്കുന്നു. എബൌട്ട് യു ലാസ്റ്റ് പോസ്റ്റ് ആരോ ഷെയർ ചെയ്തു, എനിക്ക് കിട്ടിയിരുന്നു. ഇറ്റ് വാസ് ഗുഡ്. രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങോട്ട് പറഞ്ഞിരിക്കുകയാണ്. അതിന് തിരിച്ച് റിപ്ലൈ കൊടുത്തിട്ടുണ്ടോ കൊടുത്തിട്ടില്ലയോ എന്ന് നമുക്കറിയില്ല. അവരവരുടെ ചാറ്റുകൾ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അവരവരുടെ കയ്യിൽ ഇരിക്കുന്നിടത്തോളം കാലം അവരെന്താണ് തിരിച്ചു പറഞ്ഞത് എന്ന് ഡിലീറ്റ് ചെയ്തു കഴിഞ്ഞാൽ കാണാനുള്ള സംവിധാനം നമ്മുടെ കൈവശമില്ല. അടുത്ത ദിവസം അപ്പൊ മറുപടി ഒന്നും വന്നില്ല എന്നാണ് നമ്മൾ വിചാരിക്കേണ്ടത്. മറുപടി വരാതിരുന്നിട്ടും എന്തൊരു എയറാണ്. ആ എയർ എന്തിനെ കുറിച്ചാണെന്ന് നമുക്കറിയില്ല. അവർക്ക് രണ്ടുപേർക്കും മാത്രം അറിയാവുന്ന കാര്യം. എന്താണെങ്കിലും ഇങ്ങ് തൊട്ട് ഇങ്ങ് വരെ കീറി വെച്ച ഒരു ചിരിയുടെ ഇമോജി ജസ്ല ചേച്ചി അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. ഇനി അനിഷ്ടം പ്രകടിപ്പിക്കാൻ വേണ്ടി ആയിരിക്കും ആ വാ തുറന്നുള്ള ചിരിയുടെ ഇമോജി അങ്ങോട്ട് അയച്ചത്. അതിനെ തുടർന്ന് ഇങ്ങോട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുകയാണ്, നീ വല്ലാത്ത സാധനമാണല്ലോ കൊച്ചേ. ഇങ്ങനെ കാണിച്ചു. എന്തെങ്കിലും ഒരു പ്രകടനത്തെ കുറിച്ച് കമന്റ് ചെയ്തതാണോ? ഇതിന്റെ വാലും തലയൊന്നും അറിയാത്തത് കൊണ്ട് നമുക്ക് ഇതിന്റെ കോണ്ടെക്സ്റ്റ് അഥവാ സന്ദർഭം എന്താണെന്ന് അറിയില്ല. എന്താണെങ്കിലും അതിനും മറുപടി ഒന്നും അയച്ചതായിട്ട് കാണുന്നില്ല. അയച്ചിട്ടില്ലായിരിക്കാം, ഡിലീറ്റ് ചെയ്തതായിരിക്കാം, അറിയില്ല. അതിനെ തുടർന്ന് വഴക്കാളി എന്ന് രാഹുൽ മാങ്കൂട്ടം പറയുന്നു, ചിരിക്കുന്നു. വഴക്കാളി എന്നൊക്കെ പറഞ്ഞ് ചിരിക്കണമെങ്കിൽ ഇവർ തമ്മിലുള്ള സംഭാഷണത്തിന്റെ സ്വഭാവം എന്തായിരിക്കുമെന്നും നമുക്കറിയില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ നാടോടി എന്നൊരു മെസ്സേജ് ചെയ്തിരിക്കുന്നു. അതെന്താണ് അതിന്റെ സന്ദർഭമെന്നും നമുക്കറിയില്ല. ഇതൊക്കെ ഇവരുടെ സ്വകാര്യ വ്യക്തിപരമായിട്ടുള്ള സൗഹൃദ സംഭാഷണത്തിന്റെ ഭാഗമായിട്ട് വന്നതായിരിക്കാം. അപ്പോ ഈ ജസ്ല ചേച്ചി ഒരു പയ്യൻ കണ്ണട വെച്ച് കൈ ഇങ്ങനെ വിരിച്ചു നിൽക്കുന്ന ഒരു സ്റ്റിക്കർ അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. അപ്പോ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുകയാണ്, ഞാൻ രാഹുൽ പത്തനംതിട്ടയിലെ ഒരു KSU പ്രവർത്തകനാണ്. ഇതൊക്കെ 2017 മാർച്ച് ആദ്യത്തിലുള്ള ചാറ്റുകളാണ്. അപ്പൊ നൈസ് ടു മീറ്റ് യു എന്ന് ജസ്ല ചേച്ചി മറുപടി കൊടുത്തു. സെയിം ഹിയർ, എറിക് പറഞ്ഞു ഇങ്ങനെ ഒരാളെ പറ്റി. അപ്പൊ വാട്ട് എന്നൊക്കെ മൂളിയിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ പുറത്തു വന്ന ഞെട്ടിപ്പിക്കുന്ന സംഭാഷണം. അപ്പൊ ഇത്തരം പ്രവണതകൾ പെണ്ണുങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ അതിനെ ഞാൻ വിമർശിക്കുമ്പോൾ, നീ രാഹുൽ മാങ്കൂട്ടത്തിലെ വെള്ള പൂശാൻ ഇറങ്ങിയതല്ലേ എന്ന് ചോദിക്കുന്ന വിവരദോഷികളോട് എനിക്ക് ഒന്നേ ചോദിക്കാനുള്ളൂ. ഇതിനെയൊക്കെ എന്താ പറയേണ്ടത്? അതോ തെറ്റ് കാണിക്കുന്നവരെ അല്ലെങ്കിൽ ശരിയല്ലാത്ത പ്രവണത കാണിക്കുന്നവരെ വിമർശിക്കുമ്പോൾ നിങ്ങൾക്ക് എവിടെയാണ് കൊള്ളുന്നത്? എനിക്കിതൊന്നും മനസ്സിലാകുന്നില്ല. ഇതിൽ എന്തെങ്കിലും ഒരു മോശമുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ശരി, ഒരുത്തൻ തെറ്റ് ചെയ്തെങ്കിൽ അവനെ ശിക്ഷിക്കണം. ആദ്യം പറഞ്ഞ പോലെ തൂക്കിക്കൊല്ലാൻ പറ്റിയ തൂക്കിക്കൊല്ല്. പക്ഷെ പുറത്ത് വിടുന്ന ചാറ്റുകൾ മൊത്തം കേൾക്കാൻ ഈ പബ്ലിക്ക് കാണാൻ വേണ്ടിയിട്ടല്ലേ ഇതൊക്കെ മറ്റോ തുമ്പൊക്കെ മുറിച്ച് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ പബ്ലിക്കിനെ ഒരുമാതിരി മണ്ടരാക്കുകയാണോ? നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഫുൾ ചാറ്റ് പുറത്തു വിടണം. ആ മനുഷ്യൻ അതിന്റെ കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂ പറയുന്നത് കേട്ടു. അതിന് മുന്നും പിന്നും ഉള്ള കാര്യം ഉൾപ്പെടെ പുറത്തോട്ട് വിട്. അതായത് ഈ പറയുന്നതിനൊക്കെ മറുപടി ഈ പെണ്ണുങ്ങൾ തിരിച്ച് എന്താണ് പറഞ്ഞതെന്നും എന്താണ് ഈ സംഭാഷണത്തിന്റെ തുടക്കമെന്നും ആശയമെന്നും കേൾക്കുന്ന നമുക്കറിയണ്ടേ? ഇപ്പൊ ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന സകലരും മണ്ടന്മാരാകുകയാണ്. ഈ ജസ്ല ചേച്ചി ഫേസ്ബുക്കിൽ ഇട്ട ആ ഒരു ഡയലോഗിന്റെ കനം നമുക്ക് താങ്ങാൻ പറ്റുന്നതല്ല. രാഹുൽ വെറും കോഴിയല്ല, കുരുപ്പ് പിടിച്ച കോഴിയാണ്. കോഴിയാണെന്ന് ഞങ്ങൾ സമ്മതിച്ചു തരാം. കുറെ പേരുടെ ചാറ്റിലൂടെ ഞങ്ങൾക്ക് അത് മനസ്സിലായി. കോഴിത്തരം നിങ്ങളുടെ എടുത്തിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണല്ലോ നിങ്ങൾ എന്തോ അങ്ങോട്ട് പുറത്തു വിട്ടത്. അതിലൊന്നും ഇല്ല.
അല്ലെങ്കിൽ കോഴിത്തരം വെളിവാക്കുന്ന നിങ്ങളോട് ഇതിനേക്കാൾ മോശമായിട്ട് ഡിഗ്രി കൂടിയ തരത്തിലും കോഴിത്തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ കോഴിക്കാട്ടത്തിന്റെ മണം മനുഷ്യർക്ക് അടിക്കണമെങ്കിൽ നിങ്ങളത് ഫുള്ള് പുറത്തു വിടണ്ടേ എന്നാണ് എന്റെ ചോദ്യം. ഇത് കാണുമ്പോഴാണ് വല്ലാത്ത ചോർച്ചിൽ മനുഷ്യർക്ക്. എന്നിട്ട് മാന്യന്മാരുടെ മഹാസംഗമം കണ്ട് ഓക്കാനം വരുന്നു. വേണ്ട വേണ്ട എന്ന് വെച്ചിരിക്കുമ്പോ അവന്റെ ഒരു പീഡന ന്യായീകരണ ഇന്റർവ്യൂ, ഒരു പുച്ഛം കൂടെ പീഡന ന്യായീകരണ ഇന്റർവ്യൂ. അപ്പൊ ഈ 2 ദിവസം മുമ്പ് വന്ന ആ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞപ്പോഴാണ് പുതിയ പുതിയ വാട്സാപ്പ് ചാറ്റുകളും ഫേസ്ബുക്ക് ചാറ്റുകളും ഒക്കെ പുറത്തു വരുന്നത്. അതിലൊന്നിലും ഒന്നും കാണാൻ പറ്റുന്നില്ല. അപ്പൊ ഇവളെ പോലുള്ളവർക്കൊക്കെ മറുപടി കൊടുക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ അവർക്കുള്ള മറുപടി അല്ല ഇത്, മനുഷ്യരോട് പറയുകയാണ്. നമ്മളൊരു കാര്യത്തെ വിമർശിക്കുമ്പോൾ ഒരു സംഭവം കാണുന്നതിലൂടെ ഒരു ബോധ്യം നമുക്കുണ്ടാവുമല്ലോ. ആ ബോധ്യത്തിലൂടെ വേണം നമുക്കൊരാളോട് രാഷ്ട്രീയമായിട്ട് എന്തെങ്കിലും വിരോധമുണ്ടെങ്കിലോ വ്യക്തിപരമായിട്ടൊരു വിരോധമുണ്ടെങ്കിലോ അത് വെച്ച് നമ്മൾ ഒരു പൊതു പ്രശ്നത്തെ നമ്മൾ വിലയിരുത്തരുത്. അല്ലെങ്കിൽ അവർക്ക് നേരെ ഉണ്ടാകുന്ന ഒരു ആരോപണത്തെ നമുക്ക് വിലയിരുത്താൻ സാധിക്കില്ല. അത് മനുഷ്യത്വരഹിതമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ആളാണെങ്കിലും ശരി, ഈ ധാർമ്മികതയുടെ തുലാസിൽ തൂക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഭാഗം. അതായത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതായാലും ഇപ്പോഴ് പിന്നെ കാര്യമായിട്ടുള്ള പ്രോഗ്രാമും ഇല്ല, അല്ലെങ്കിൽ വേറെ പ്രതിഷേധമോ കാര്യങ്ങളൊന്നും നമ്മുടെ മാടശ്ശേരി ചേച്ചിക്കില്ല. മാടശ്ശേരി ചേച്ചി ആരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതായത് ബിഗ് ബോസ് താരമാണ്. ബിഗ് ബോസിലൂടെയാണ് നമ്മൾ ഇവരെ കണ്ടത്. നമുക്കറിയാലോ, പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ സ്വന്തം മതങ്ങളെ അവഹേളിച്ചുകൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരെ പള്ളു പറഞ്ഞുകൊണ്ടോ ഇങ്ങനെയൊക്കെയാണ് പലരും ഈ സമൂഹത്തിൽ ഞാൻ വലിയൊരു സംഭവമാണ് അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്നത്. ഇപ്പോഴെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളെ നിളാ നമ്പ്യാരെ പോലെ നിൽക്കുന്ന ആൾക്കാരും ഉണ്ട്. അങ്ങനെ പലതരത്തിലും പല ആൾക്കാരും നമ്മുടെ സമൂഹത്തിലുണ്ട്. ആ ഒരു സന്ദർഭത്തിലാണ് എന്നാ പിന്നെ നമ്മുടെ ജസ്ല മാടശ്ശേരി ചേച്ചി വിചാരിച്ചത്, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഏതായാലും എനിക്കും പണ്ട് ഇതേപോലെ ഒരു ചാറ്റ് വന്നിട്ടുണ്ടല്ലോ, അതെടുത്തിട്ട് അങ്ങ് പുറത്ത് വിട്ട് കളയാം. അങ്ങനെ പുറത്ത് വിട്ട് കഴിഞ്ഞാൽ നാളെ ഒരു TV ചർച്ച, അതിൽ പോയിരുന്ന് കുറച്ച് സംസാരിക്കാം. അങ്ങനെ ആകുമ്പോൾ കുറച്ച് ആൾക്കാരും കൂടി എന്നെ അറിയും. അതായത് ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതുകൊണ്ട് ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും എന്നെ അറിയില്ല. അതുകൊണ്ടൊന്ന് അറിയിച്ചു കൊടുക്കാനുള്ള ഒരു തത്രപ്പാട് പ്രകാരമാണ് ഇത് കാണുന്നത്. ഇനിയും ഇതുപോലെ തന്നെ ഒരുപാട് ചാറ്റുകൾ രാഹുലിനെതിരെ വരും. ഈ രാഹുൽ എന്ന് പറയുന്നവൻ, ഞാൻ പറഞ്ഞല്ലോ, അവൻ തെറ്റുകാരൻ തന്നെയാണ്. MLA എന്ന് പറയുന്ന ഒരു പദവിയിൽ ഇരിക്കുമ്പോൾ പോലും അവൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ മോശമാണ്. അതിനവനെ കൃത്യമായിട്ട് ശിക്ഷിക്കുക തന്നെ വേണം. പക്ഷേ അതുപോലെ തന്നെയാണ് ഇതിന്റെ എതിർവശത്തുമുള്ളവരും. അവരെല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ പിടിച്ചുകൊണ്ട് പോയതൊന്നുമല്ല. അവരങ്ങോട്ട് തേടിയും ഇങ്ങോട്ട് തേടിയും അങ്ങോട്ട് പറഞ്ഞും ഇങ്ങോട്ട് പറഞ്ഞും ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞ് അങ്ങോട്ട് കൊടുക്കൽ വാങ്ങലുകളുള്ള അങ്ങനെയുള്ള ഒരു ഇതാണ്. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു കാലത്തൊക്കെ ഇവർ ഭയങ്കരമായിട്ടുള്ള സ്നേഹം പ്രകടിപ്പിക്കുകയോ പിന്നീട് എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു സന്ദർഭം വരുമ്പോൾ എടുത്ത് പുറത്തിടുന്ന പരിപാടി. എന്നാൽ പിന്നെ ഈ ജസ്ല ചേച്ചിക്ക് കുറച്ച് മുന്നേ പുറത്തിട്ടൂടെ, കുറേ നാൾ മുന്നേ എന്ന് പറഞ്ഞാൽ ഇലക്ഷനൊക്കെ ഇല്ലേ, അപ്പോഴും പുറത്തിട്ടൂടെ, എന്നിങ്ങനെ ചാറ്റ് ചെയ്ത് പ്രലോഭിപ്പിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ട് പുറത്തിട്ടൂടെ. അന്നൊന്നും ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണ് ഇപ്പോഴും ചെയ്തിരിക്കുന്നത്? ഇതാണ് ഞാൻ പറയുന്നത്. മനുഷ്യന്മാരെല്ലാവരും തീട്ടമല്ല തിന്നുന്നത്, ചോറ് തിന്നുന്ന ആൾക്കാരുണ്ട്. നിങ്ങളെല്ലാവരും വിചാരിക്കുന്നത് എന്താ വെച്ചാൽ ഇവിടെയുള്ള എല്ലാവരും പൊട്ടന്മാരാണ്, മണ്ടന്മാരാണെന്നാണ്. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയും, ഇപ്പൊ രാഹുലിനെ വെറുക്കുന്നവർ വരെ ആ ചെറുപ്പക്കാരന്റെ കയ്യിൽ അത്ര വലിയ തെറ്റില്ല എന്ന് വിചാരിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ശരിയാന്നല്ല പറയുന്നത്, പക്ഷെ അയാളെക്കാട്ടിയും തെറ്റുള്ളവരുണ്ട്, മനസ്സിലാക്കണം നിങ്ങൾ. അപ്പൊ അയാൾ എന്തോ ആയിക്കോട്ടെ, അയാൾ ശരിയാണ്, അയാളുടെ വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അയാൾ ഒരുപാട് ആൾക്കാരെ വെല്ലുവിളിച്ചിട്ടുണ്ട്, ശരിയാണ്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഇയാളെക്കാട്ടിയും തെറ്റുകാർ ഒരുപാട് പേരുണ്ട്. ഇയാൾ ഒരു തെറ്റ് ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇയാളെ കയ്യിൽ തെറ്റുണ്ട്, പക്ഷെ ആ തെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെ താരതമ്യപ്പെടുത്തി നോക്കുമ്പോഴേ ചെറിയ തെറ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഒരു മനുഷ്യനെ നിങ്ങൾക്ക് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും ആക്കാം. അതായത് നാളെ ഇപ്പോഴും എൻ്റെ പേരിലും ഇതുപോലെ തന്നെ വരാൻ ചിലപ്പോൾ ആരുമായിട്ട് ചാറ്റ് ചെയ്തു, ദേ കിടക്കുന്ന ചാറ്റ് ഇവൻ്റെ ചാറ്റിൽ ഇന്ന്. അങ്ങനെയാണ് ലോകം പോകുന്നത്, മനസ്സിലാക്കണം നിങ്ങൾ. അതായത് ഏതെങ്കിലും ഒന്ന് വന്നിട്ട് ഹായ് എന്ന് പറയുമ്പോൾ നമ്മളും ചിലപ്പോൾ ഹായ്, അത് ലോക്യം, ഹൗ ആർ യു, ഫൈൻ എന്ന് പറയും. ചിലപ്പോൾ വേറെ സുഖാണ്, നാളെ എതിർത്ത് പൊളിയിട്ടാ പോലെ ദേ കിടക്കുന്ന ചാറ്റ് എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് തന്നെ സത്യം പറയാൻ എൻ്റെ പൊന്നുമക്കൾ, ഇപ്പം ചാരിറ്റിയോ ഒരാൾക്കൊരു ചായ വാങ്ങിച്ചു കൊടുക്കാൻ പേടിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ എന്താ ഇതിൻ്റെ പുറകിൽ പറയുന്നത് പറയാൻ പറ്റൂല. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും സഹായം ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ പേടിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നാളെ എന്താണ് ഇതിൻ്റെ പുറകിൽ വരുവാന്നറിയില്ല. അങ്ങനെ ഭയത്തോടു കൂടിയാണ് നമ്മളെല്ലാവരും എപ്പോഴും ജീവിക്കുന്നത്. ഇതിൻ്റെയൊക്കെ പുറകിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ സാമ്പത്തിക ഇടപാടുകളും മറ്റ് പല കാര്യങ്ങളും ഉണ്ടാകും. അല്ലാതെ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇതൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാഹുലിലോ ഒരു ഇതിലൊന്നും ഒതുങ്ങുന്നൊന്നല്ല.
അതുകൊണ്ട് ഞാൻ പറയുകയാണ്, തെറ്റുണ്ടെങ്കിൽ അത് ശിക്ഷിക്കപ്പെടുക. അതുപോലെ തന്നെ ഇതുപോലെ നാലാംകിട ചാറ്റുകൾ ഇങ്ങനെ പുറത്തു വിടുന്നത് വളരെയധികം മോശപ്പെട്ട കാര്യം തന്നെയാണ്. നിങ്ങൾക്ക് തെറ്റ്, അതായത് ഒരാൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നിമിഷം തന്നെ നമ്മൾ പോയിട്ട് പരാതി കൊടുക്കണം. ഇല്ലെങ്കിൽ അന്ന് തന്നെ അതിന്റെ പിറ്റേന്ന് തന്നെ നമ്മൾ പുറത്തു വിടണം. അല്ലാതെ ഇത് കുറെ നാൾ കഴിയട്ടെ, അവനുള്ള ഒരു ആയുധമല്ലേ ഇത്, അവിടെ വെച്ചിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം, പിന്നീട് വിടാം. അത് തെണ്ടിത്തരാണെന്ന് എനിക്ക് പറയാനുള്ളൂ. നന്ദി, നമസ്കാരം, ബൈ ബൈ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാവരും ഒരു ലൈക്ക് അടിക്കുക. ബൈ ബൈ.